ശാസ്താംകോട്ട കായൽ ബണ്ട് പ്രഭാത സായാഹ്ന സവാരിക്കാരുടെ പറുദീസയാകുന്നു. പ്രതിദിനം കായൽ തീരത്ത് എത്തിച്ചേരുന്നത് നൂറുകണക്കിന് ആളുകളാണ്. ശാസ്താംകോട്ട കായൽ ബണ്ട് റോഡ് കുന്നത്തൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറും. ഈ പ്രതീക്ഷയിലാണ് പടിഞ്ഞാറേ കല്ലടയിലെ ജനങ്ങൾ. 5 വർഷം മുമ്പ് വരെ ശാസ്താംകോട്ട ബണ്ട് റോഡ് ഇതുവഴി കടന്നു പോകുന്നവരുടെ പേടി സ്വപ്നമായിരുന്നു. ഇരുവശത്തും രണ്ടാൾ പൊക്കത്തിൽ കാടുമൂടിയ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ വിഹാരകേന്ദ്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ബണ്ട് റോഡിന്റെ മുഖച്ഛായ പാടെ മാറി. ഡോക്ടർ സി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതി വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ച് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിയത്. ചുറ്റും വളർന്നു നിന്നിരുന്ന കാടുകൾ വെട്ടിമാറ്റുകയും കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡ് തറയോട് പാവുകയും ചെയ്തു. ബണ്ട് റോഡിൽ 30-ൽ പരം CC ക്യാമറകൾ സ്ഥാപിക്കുകയും ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒരു കാലത്ത് ദുസ്വപ്നമായിരുന്ന ബണ്ട് റോഡ് ഇപ്പോൾ പ്രഭാത സായാഹ്ന സവാരിക്കാർക്ക് പ്രിയങ്കരമാണ്. നടപ്പാക്കാമെന്ന് കഴിഞ്ഞ ഭരണസമിതി കാണിച്ചതിന് പ്രധാനപ്പെട്ട ഒരു ഉദാത്തമായ മാതൃകയാണ് ഈ ശാസ്താംകോട്ട കായൽ ബണ്ടിലെ ഈ ടൈൽസ് പാകിയ സ്ഥലം. ഇപ്പോൾ രാവിലെ 5:30 മുതൽ ആളുകൾ നടക്കുന്നതിന് വേണ്ടി വരും. ലൈറ്റോ അത്യാവശ്യം കുറച്ച് ഭാഗത്തെല്ലാം ലൈറ്റ് ആയിട്ടുണ്ട്. വരുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ലൈറ്റ് കൂടൊക്കെ വരുമ്പോഴത്തേന് കൂടുതൽ ആളുകൾ നടക്കാൻ വരും. ഇപ്പം വിവിധ പ്രദേശങ്ങളിലാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ സുരക്ഷിതമാണ്. ക്യാമറയും അതുകൊണ്ട് തന്നെ വേലിയും എല്ലാം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്നലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നത്. അപ്പം ഒരു വലിയ ടൂറിസം പദ്ധതിയായി ഈ പ്രോജക്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വിളന്തറയിലുള്ള ജനങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ശാസ്താംകോട്ട തടാകത്തിന്റെ കുഞ്ഞോളങ്ങളെ തഴുകിയെത്തുന്ന ഇളം കാറ്റിന്റെ തലോടലേറ്റ് കായൽ തീരത്ത് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നു. എന്നാൽ ബണ്ട് റോഡിൽ കൂടി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത് ഇടയാട്ടുപുറം ഏലായിലെ കർഷകരെ ബാധിച്ചതായി ആരോപണമുയരുന്നുണ്ട്. കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ബണ്ട് റോഡിന് താഴെ കൂടി റോഡ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി പ്രൊജക്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഇത് നടപ്പാകുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ബണ്ട് റോഡിന് സമീപം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പാർക്കുകൾ, ടോയ്ലറ്റ്, ഭക്ഷണശാല തുടങ്ങിയവയും പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പുതിയ ഭരണസമിതി പിന്തുടർന്നാൽ ശാസ്താംകോട്ട കായൽ ബണ്ട് റോഡ് കുന്നത്തൂരിലെ പ്രധാന ടൂറിസം കേന്ദ്രമായി മാറും. ഈ പ്രതീക്ഷയിലാണ് പടിഞ്ഞാറേ കല്ലടയിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.